നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നമ്മൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, എന്നാലും നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ആലോചിക്കുമ്പോഴും ഒരുപക്ഷെ തോന്നും, അന്ന് അങ്ങനെ വേണ്ടിയിരുന്നില്ല, ഇന്നിങ്ങനെ ആയിപ്പോകാനൊരു കാരണം അതാണ്. അങ്ങനെ പലപ്പോഴും തോന്നാറില്ലേ? ഈ തോന്നലുകളെല്ലാം കഴിഞ്ഞ കാലത്തെപ്പറ്റി നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ കുറച്ചുകൂടി ചിന്തിച്ചുറപ്പിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു വഴിയുണ്ട്. അതെല്ലാം ആരംഭിക്കുന്നത് ഒരു ദിവസത്തിൽ നിന്നാണ്. നമ്മളൊരു ദിവസം ആരംഭിക്കുന്നതോ നമ്മളെ പ്രഭാതത്തിൽ നിന്നാണ്. എത്ര നേരത്തെ എഴുന്നേൽക്കാൻ ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളത് ഓരോരുത്തരുടെയും പ്രത്യേകതകളും അവരുടെ കഴിവുകളും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ വൈകുന്നേരം ഒരു 6 മണി മുതൽ നിങ്ങളുടെ രാത്രി പഠനത്തിനോ മറ്റോ ഉപയോഗിച്ച് രാത്രി 12 മണി അല്ലെങ്കിൽ 1 മണി പുലർച്ചെയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക അസാധ്യമായിരിക്കും. അതേസമയത്ത് കുറച്ച് നേരത്തെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രഭാതം ഒരുപക്ഷെ 3 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും എത്ര നേരത്തെയോ എത്ര വൈകിയോ ആണ് നിങ്ങൾ രാവിലെ ഉണരുന്നതെങ്കിലും ആ ഉണർന്നെണീറ്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു 1 hour ടൈം ഒരു ഗോൾഡൻ അവറായി കണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ജീവിതം ഒന്ന് മാറ്റി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ബെഡിൽ ഇരുന്നു കൊണ്ട് ശ്വാസം ഉള്ളോട്ടും പുറമേക്കും സാവധാനത്തിൽ എടുക്കുകയും കുറച്ചു നേരം ഹോൾഡ് ചെയ്യുകയും ഉച്ഛസിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ഒരു 4-5 തവണ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നീട് നമ്മൾക്ക് നമ്മുടേതായ പ്രാർത്ഥനകളുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ്. യു ക്യാൻ സേ യുവർ പ്രേയേഴ്സ് ആക്ച്വലി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പ്രപഞ്ച മനസ്സുമായി സങ്കല്പിച്ച് പ്രപഞ്ച മനസ്സിനും ഈ ലോകത്തിലെ സർവ്വശക്തികൾക്കും നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്കും നിങ്ങളുടെ നല്ല കൂട്ടുകാരുള്ളതിനും നിങ്ങൾക്ക് നല്ല കുടുംബക്കാരുള്ളതിനും നല്ല ശരീരവും മനസ്സുമുള്ളതിനും ആരോഗ്യമുള്ളതിനും എല്ലാം തന്നെ നന്ദി പറയുക, നന്ദിയുള്ളവരായിരിക്കുക. അതിനുശേഷം അന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. സന്തോഷത്തോടുകൂടി ഇന്ന് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യും എന്ന് മനസ്സിൽ തീരുമാനിക്കുക. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്ന രീതിയിൽ നമ്മൾ എടുത്തു ചാടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. സമയം വേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന പലതും ഉണ്ടാകും. അത് അന്ന് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. ലിസ്റ്റ് ചെയ്യുക, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഒരു 3-4 ചെയ്യാത്ത കാര്യങ്ങളും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളും ഒരു 4-5 എന്തായാലും ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റും കൂടി തയ്യാറാക്കിയാൽ നിങ്ങൾ ആ ദിവസത്തേക്ക് കർമ്മപരമായി തയ്യാറായി എന്ന് പറയാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? മൊബൈൽ ഫോണുകളിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ പറ്റുമെങ്കിൽ നടക്കുക, അങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്യുക. ബ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 1-2 ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചതിന് ശേഷം കുറച്ച് നേരം എക്സസൈസ്, ബ്രിസ്ക് വാക്കിംഗ് അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം. ഒരു അരമണിക്കൂർ നല്ലതാണ്. അതിനുശേഷം വിയർപ്പുണങ്ങുന്നവരെയുള്ള സമയം നിങ്ങൾക്കൊരു മെഡിറ്റേഷന് വേണ്ടി ഒരു 10 മിനിറ്റ് ഉപയോഗിക്കാം. സകല ചിന്തകളെയും ഒഴിവാക്കിക്കൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കി സ്വന്തം ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അല്പനേരം ഇരിക്കുക. അതുമാത്രം മെഡിറ്റേഷനിൽ അത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഏകാഗ്രതയൊക്കെ കിട്ടും. അതിനുശേഷം കുറച്ച് നേരം നിങ്ങൾക്കിഷ്ടപ്പെട്ട വായിക്കണമെന്ന് കരുതുന്ന തീരുമാനിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു 10 പേജ് വായിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കുളിച്ച് കഴിഞ്ഞ് പുറമേക്ക് എത്തുമ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസത്തുള്ള ആക്ടിവിറ്റീസിനെല്ലാം തയ്യാറായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുകയോ ഇമെയിലുകൾ ചെക്ക് ചെയ്യുകയോ ഒഫീഷ്യൽ ജീവിത രീതിയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ മറക്കരുതാത്ത ഒരു കാര്യം കൂടിയുണ്ട്. എക്സസൈസൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആരംഭിച്ചു നോക്കൂ. തീർച്ചയായും ഇത് ഇന്നലെയേക്കാളും അല്ലെങ്കിൽ മിനിയാന്നിനേക്കാളും മെച്ചപ്പെട്ടൊരു ദിവസമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു 365 ദിവസങ്ങൾ അടുക്കി വെച്ചാൽ നല്ലൊരു വർഷം നമുക്ക് കിട്ടും. ഈ ജനുവരിയിലെ 22 ദിവസങ്ങൾ കഴിഞ്ഞു. ജനുവരി മാസം തീരാൻ പോവുകയാണ്.
ഇനി അങ്ങോട്ട് 2024 ബാക്കിയുള്ള എല്ലാ ദിവസവും ഇങ്ങനെയൊരു ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലുള്ളൊരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 2024 എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു റിമാർക്കബിൾ ഇയർ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഈ കമൻ്റായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ചിന്തോദ്ദീപകങ്ങളായിട്ടുള്ള നമുക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള വീഡിയോസ് ഇതിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും മറ്റുള്ള ആൾക്കാരോടും എൻ്റെ അന്വേഷണങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.